നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അച്ഛനും അമ്മയുമാണ് നമ്മുടെ മുന്നിലെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അച്ഛനെയും അമ്മയും വകവരുത്താൻ വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്ന മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ പലതരത്തിലുള്ള വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു മാസമായി അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഈ 3 മക്കൾ ആരും കഴിഞ്ഞ ഒരു മാസമായിട്ട് അച്ഛൻ എവിടെ പോയി എന്ന് അന്വേഷിച്ചില്ല, ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടില്ല, അച്ഛന് വിവരമൊന്നും ഇല്ലല്ലോ എന്ന് ആരും പറഞ്ഞതുമില്ല. ഒടുവിൽ പെൻഷൻ നൽകാൻ വന്ന 2 തവണ വന്നിട്ടും അദ്ദേഹത്തിന്റെ കതവ് തുറക്കാതെ ഇട്ടിരുന്ന അവർക്ക് സംശയം തോന്നി. ആ പെൻഷൻ കൊടുക്കാൻ വന്നവർക്ക് സംശയം തോന്നുന്നതിനെ തുടർന്നാണ് അയൽവക്കക്കാരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവർ മക്കളെ വിളിച്ചു പറയുമ്പോഴാണ് മക്കൾ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം ആ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥ, അദ്ദേഹത്തിന്റെ തലയോട്ടി ഈ ജീർണിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത്രയ്ക്കും മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ള സ്നേഹം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ അങ്ങ് വടക്കു നിന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് തന്നെ ഏറെ ജീവൻ തുല്യം സ്നേഹിച്ച കാമുകിയുടെ മറ്റൊരു കാമുകനാൽ കൊല്ലപ്പെട്ട ഒരു യുവാവിന്റെ വാർത്തയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത്. എന്നാൽ ഇവിടെ ആശ്രിത നിയമനത്തിന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയ മകളുടെ വാർത്തയാണ് പുറത്തു വരുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം. വിശദമായ വാർത്ത നമുക്ക് പരിശോധിക്കാം. രാജസ്ഥാനിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. രാജസ്ഥാനിൽ ആശ്രിത നിയമനത്തിലൂടെ അമ്മയ്ക്ക് ലഭിച്ച സർക്കാർ ജോലി സ്വന്തമാക്കുന്നതിനും കുടുംബ സ്വത്ത് കൈക്കലാക്കാനും മകൾ വാടക കൊലയാളികളെ ഉപയോഗിച്ച് അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജയ്പൂരിലെ പ്രതാപ് നഗറിൽ നടന്ന ഈ ക്രൂരകൃത്യത്തിൽ അറസ്റ്റിലായ 23-കാരിയും ഈ LLB വിദ്യാർത്ഥിനിയുമായി ആയുഷി ശർമ്മ സ്വന്തം പിതാവിനെയും കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇപ്പോൾ അറിയുന്നത്. 23 വയസ്സ് മാത്രമാണ് പ്രായം. LLB സ്റ്റുഡന്റ് ആണ്. അതായത് അച്ഛൻ സർക്കാർ ജോലിയായിരുന്നു. അച്ഛന്റെ മരണശേഷം ആ ജോലി അമ്മയ്ക്ക് ലഭിക്കുന്നു. അമ്മയെയും വകവരുത്തിയതിനു ശേഷം മാത്രമേ ആ ജോലി തനിക്കും ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് LLB നിയമ വിദ്യാർത്ഥിയും കൂടി ആയ ആ കുട്ടി അമ്മയെ കൊല്ലാനായി വാടക കൊലയാളിയെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ മരണവും പെട്ടെന്നുണ്ടായ ആ അച്ഛന്റെ മരണവും ഈ കുട്ടിയുടെ 23 വയസ്സുകാരുടെ കൊലപാതകമായിരുന്നോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം മരിച്ച പിതാവ് വിജയ് ശർമ്മയുടെ മരണത്തിലും കടുത്ത അസ്വാഭാവികതയുണ്ടെന്നും ഇതിന് പിന്നിലും ആയുഷിയുടെ പങ്കുണ്ടാകാമെന്നാണ് മാതൃ സഹോദരൻ രാകേഷ് ശർമ്മ ആരോപിക്കുന്നത്. എന്തായാലും രാജസ്ഥാൻ ഹൈക്കോടതിയിലെ മുൻ കോർട്ട് മാസ്റ്ററായിരുന്ന വിജയ് ശർമ്മയുടെ മരണത്തെ തുടർന്നാണ് ഭാര്യ നീരജ് ശർമ്മയ്ക്ക് ഭർത്താവിന്റെ ജോലി ആശ്രിത നിയമനത്തിലൂടെ ലഭിക്കുന്നത്. പിതാവിന്റെ മരണത്തോടെ ഈ ജോലി തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആയുഷി ശർമ്മ. എന്നാൽ അമ്മ നീരജ് ശർമ്മ ജോലി ഏറ്റെടുക്കുകയും കുടുംബസ്വത്തിന്റെയും വരുമാനത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കുകയും ചെയ്തതാണ് ആയുഷിയെ പ്രകോപിപ്പിക്കാൻ കാരണം. തുടർന്ന് ഈ ജോലി സ്വന്തമാക്കുന്നതിനായി അമ്മാവന്റെയും മറ്റ് ബന്ധുക്കളുടെയും സഹായത്തോടെ വാടക കൊലയാളികളെ ഏർപ്പാടാക്കി റോഡ് അപകടമുണ്ടാക്കി അമ്മയെ കൊലപ്പെടുത്താൻ ആയുഷി പദ്ധതിയിടുകയായിരുന്നു. ഈ മാസം 3-ന് ജയ്പൂരിലെ പ്രതാപ് നഗർ മേഖലയിലാണ് ഈ LD ക്ലർക്കായി ജോലി ചെയ്തിരുന്ന 45-കാരി നീരജ് ശർമ്മ വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. സ്കോർപിയോ XUV ഇടിച്ച് സാധാരണഗതിയിൽ ഉണ്ടായ ഒരു അപകടമായിരുന്നു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എങ്കിലും പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇത് ആസൂത്രിത കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കുടുംബ സ്വത്തും ആശ്രിത നിയമനത്തിലൂടെയുള്ള സർക്കാർ ജോലിയും ഒപ്പം കുടുംബത്തിന്റെ നിയന്ത്രണവും തട്ടിയെടുക്കാൻ ആയുഷി തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അമ്മയെ കൊലപ്പെടുത്താനായി തന്റെ അമ്മാവനായ മോഹൻ സ്വരൂപ്, ബന്ധുവായ ബൽറാം എന്നിവരുമായി ചേർന്നാണ് ആയുഷി പദ്ധതി തയ്യാറാക്കിയത്. ഭാരത്പൂർ സ്വദേശിയായ ഹേമന്ത് ശർമ്മ എന്നയാൾക്ക് 7 ലക്ഷം രൂപയാണ് അമ്മയെ വകവരുത്താൻ ആയുഷി കൊട്ടേഷൻ നൽകിയത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നീരജ് ശർമ്മയെ കൊലപ്പെടുത്താൻ ഇവർ നിരന്തരം ശ്രമിച്ചു വരികയായിരുന്നു. ഒടുവിൽ ജൂലൈ 3-ന് കാത്തുനിന്ന് സ്കോർപിയോ കാർ ഇടിപ്പിച്ച് കൊലപാതകം നടത്തുകയായിരുന്നു. കേസിൽ ഇതുവരെ ആയുഷി ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആയുഷിയും അമ്മയും തമ്മിൽ വർഷങ്ങളായി വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ സഹോദരനോട് മാതാവ് നീരജ് ശർമ്മ കൂടുതൽ സ്നേഹവും പരിഗണനയും കാണിച്ചിരുന്നുവെന്ന തോന്നലും കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ സർക്കാർ ജോലിയും സ്വത്തുക്കളും ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതിയായ ആയുഷി തന്നെ പോലീസിനോട് സമ്മതിക്കുകയാണ്. അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ആയുഷിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. മസ്തിഷ്കാഘാതം സംഭവിച്ച വിജയ് ശർമ്മ രോഗബാധിതനായിരുന്നു എങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചു വരികയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു.
എന്നാൽ ഇതിനിടയിൽ മികച്ച ചികിത്സ നൽകാമെന്ന് കള്ളം പറഞ്ഞ് ആയുഷി പിതാവിനെ ബന്ധുക്കളുടെ അടുത്ത് നിന്നും മറ്റൊരു വീട്ടിലേക്ക് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം പിതാവിനെ കാണാൻ ആയുഷി ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ ഒട്ടും തന്നെ അനുവദിച്ചിരുന്നില്ല. 3 മാസത്തോളം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരുവിധ വിവരവും പുറത്തുവിട്ടതുമില്ല. പിന്നീട് ശരീരത്തിന്റെ 50% അവയവങ്ങളും തകരാറിലായ അതീവ ഗുരുതരാവസ്ഥയിലാണ് വിജയ് ശർമ്മയെ ആശുപത്രിയിൽ ബന്ധുക്കൾ കണ്ടെത്തുന്നത്. ആവശ്യമായ ചികിത്സ നൽകാതെ ആയുഷി അദ്ദേഹത്തെ മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്നാണ് അമ്മാവനായ രാകേഷ് ശർമ്മ പോലീസിനും കോടതിക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. വിജയ് ശർമ്മയുടെ മരണത്തിന് ശേഷം പിതാവിന്റെ സർക്കാർ ജോലി തനിക്ക് വേണമെന്നും കുടുംബസ്വത്തുക്കൾ മുഴുവൻ സ്വന്തം പേരിലാക്കണമെന്നും ആയുഷി വീട്ടിൽ നിരന്തരം ആവശ്യപ്പെടുകയും കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമായിരുന്നു. ഓർക്കുക, 23 വയസ്സ് മാത്രമാണ് പ്രായം. ആ പ്രായത്തിനിടയിൽ വെച്ചാണ് അച്ഛനെ മരണപ്പെടുത്താം, സ്വത്തുക്കളൊക്കെ തന്നെ സ്വന്തമാക്കാം, ഒരു സർക്കാർ ജോലി കൂടി കിട്ടും, അങ്ങനെയുള്ള ഈ ക്രിമിനൽ മെന്റാലിറ്റി, ക്രിമിനൽ ചിന്ത മുഴുവനായി ആ 23 വയസ്സുകാരിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വേണം ആലോചിക്കാൻ. ഈ കുട്ടി ഈ പറയുന്ന ഈ കൊലപാതകം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏതുതരം ക്രിമിനലായിട്ടായിരിക്കാം ഇറങ്ങുക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. കേട്ടാൽ പോലും പേടിയാവും തരത്തിലേക്ക് ആ കുട്ടി മാറുന്നു എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും അമ്മയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പലതവണ ആയുഷി വീട്ടിൽ വെച്ച് ക്രൂരമായ ഭീഷണികൾ മുഴക്കിയിരുന്നതായും രാകേഷ് ശർമ്മ വെളിപ്പെടുത്തുന്നു. അച്ഛന്റെ ഫീഡിംഗ് ട്യൂബ് ഊരി മാറ്റിയതാണ് താൻ കൊന്നതെന്നും അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുന്നത് അതിലും എളുപ്പമുള്ള കാര്യമാണെന്നുമാണ് ആയുഷി അമ്മ നീരജ് ശർമ്മയോട് തർക്കത്തിനിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നത്. തന്റെ ജീവന് മകൾ ആയുഷിയിൽ നിന്നും ഭീഷണി ഉണ്ടെന്ന കൃത്യമായ സൂചനകൾ മരണത്തിന് തൊട്ടു മുൻപ് നീരജ് ശർമ്മയും പ്രകടിപ്പിച്ചിരുന്നു. എനിക്കിനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന അർത്ഥം വരുന്ന ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് നീരജ് ശർമ്മ പങ്കുവച്ചിരുന്നതായി ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ആയിഷയും അമ്മയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നന്നായി അറിയാമായിരുന്നതിനാലാണ് നീരജ് ശർമ്മയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് സഹോദരൻ പോലീസിൽ പരാതി നൽകിയതും ക്രൂരമായ കൊലപാതക വിവരം പുറത്തായതും. അമ്മയെ വകവരുത്താൻ കൂട്ടുനിന്ന ആയിഷയുടെ അമ്മാവനായ മോഹൻ സ്വരൂപ് പോലീസ് പിടിയിലായെങ്കിലും കൃത്യത്തിന് സഹായിച്ച മറ്റൊരു ബന്ധുവായ ബൽറാം നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. 1 വർഷം മുമ്പ് നടന്ന പിതാവിന്റെ മരണത്തിലും മാതാവിന്റെ കൊലപാതകത്തിലും ഒരേ രീതിയിലുള്ള ആസൂത്രണങ്ങളും സ്വാഭാവിക മരണമാണ് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ബന്ധുക്കളുടെ കടുത്ത ആരോപണം. ബന്ധുക്കൾ നൽകിയ പുതിയ പരാതിയുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ രാജൻ പോലീസ് വിജയ് ശർമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും രേഖകളും വീണ്ടും പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചികിത്സാ രേഖകളും അക്കാലയളവിലെ ആയുഷിയുടെ ഇടപെടലുകളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. വിജയ് ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പുതിയ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നും അത് പരിശോധിക്കുമെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രഞ്ജിത ശർമ്മ അറിയിച്ചു. സ്വത്തിനും പണത്തിനും പദവിക്കും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ തന്നെ ഇല്ലാതാക്കാൻ മകൾ കാണിച്ച ക്രൂരത ജയ്പൂർ നഗരത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. നിയമവിദ്യാർത്ഥിയായ ആയുഷി എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. കോടതിയുടെ കൂടി പരിഗണനയിലുള്ള ഈ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള മറ്റു ഗൂഢാലോചനകൾ കൂടി വെളിച്ചത്ത് വരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്.